നമസ്കാരം. നാസ് സിനിമ വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മലയാള സിനിമ വിവാദ പെരിഞ്ചൂടിൽ കത്തി നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്തുമായിക്കോട്ടെ, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മലയാളത്തിലും തമിഴിലുമൊക്കെയായി ഒത്തിരി നല്ല സിനിമകൾ റിലീസിനായി ഒരുങ്ങി നിൽക്കുന്നു. ഒത്തിരി നല്ല സിനിമകൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നുണ്ട്. ഇതിൻ്റെ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്വന്തം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ബറോസ് ഒക്ടോബർ 3 തിയേറ്ററുകളിലെത്തുന്നു. 100% 3D എൻ്റർടൈൻമെൻറ്റ് ചിത്രമായ ബറോസ് മലയാളികൾക്കെന്നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വളരെയധികം പ്രതീക്ഷ ഉണർത്തുന്ന ചിത്രമാണ്. എന്തായാലും ചിത്രം ഒക്ടോബർ 3 റിലീസിനെത്തുന്നു. നിവിൻ പോളി, അഞ്ജലി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന തമിഴ് ചിത്രം 7 കടൽ 7 മലൈ നവംബറിൽ റിലീസിനെത്തുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ചിത്രം വേട്ടയൻ ഒക്ടോബർ 10 തിയേറ്ററുകളിലെത്തുന്നു. മലയാളത്തിൻ്റെ പാനിന്ത്യൻ താരം ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ മമ്മൂക്കയുടെ ജന്മദിനമായ ഒക്ടോബർ 7 തിയേറ്ററുകളിൽ എത്തും എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ റിലീസിംഗ് ഡേറ്റിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഒക്ടോബർ 7 പകരം ചിത്രം ഒക്ടോബർ 31 റിലീസിനെത്തും എന്നാണ് അറിയാൻ സാധിച്ചത്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയെത്തിയ വാഴ എന്ന ചിത്രം മികച്ച പ്രതികരണത്തോടുകൂടി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ മുന്നോട്ട് പോകുന്നു. ഹ്യൂമറിന് പ്രാധാന്യമുള്ള ഈ ചിത്രം മികച്ച പ്രതികരണത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായി 10 CR ആണ് നേടിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസിൽ ജോസഫും ഗ്രേസ് ആൻ്റണിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ നുണക്കുഴി എന്ന ചിത്രം മികച്ച ചിത്രമെന്ന ഖാദി നേടി മുന്നോട്ടു പോകുന്നു. മികച്ച അഭിനയ മുഹൂർത്തങ്ങളും ഹ്യൂമറുമുള്ള ചിത്രമെന്ന പ്രതികരണത്തോടുകൂടി മുന്നോട്ടു പോകുന്നു. ഇത്രയും ദിവസം കൊണ്ട് ചിത്രം നേടിയെടുത്തത് 12 CR ആണ്. ഇതോടെ മിനിമം ഗ്യാരണ്ടിയുള്ള ജനപ്രിയ നായകൻ എന്ന ഒരു ലേബലിലേക്ക് ബേസിൽ ജോസഫ് എത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, കം ബാക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ ചാനലിൻ്റെയും എൻ്റെയും എല്ലാം വിജയം. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.